UDF ഉണ്ടായിരുന്ന സമയത്ത് താങ്കൾക്ക് രാജ്യസഭാ സീറ്റ് തരുന്ന കാര്യത്തിലടക്കം സോണിയാഗാന്ധി അനുകൂലമായിട്ടുള്ള നിലപാട് എടുത്തിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഒരാൾ താങ്കളെ കാണണമെന്ന് ഇപ്പോൾ പറഞ്ഞാൽ പോയി കാണും. അങ്ങനെ ഒരാൾ എന്തിനാ ഈ പറയുന്ന ഞങ്ങളെ കാണണമെന്ന് പറഞ്ഞ് അത് ഏതെങ്കിലും ഈ പറഞ്ഞ ദേശീയ തലത്തിലുള്ള ഒരു വിഷയമാണ് കാണും. ദേശീയ തലത്തിൽ ഉള്ള ഒരു വിഷയം ഇപ്പോൾ SIRൻ്റെ വിഷയമാണ്. അവിടെ കാണുന്നത് ഞങ്ങൾ ഇന്ത്യ മുന്നണിയിലുള്ളതാണ്, കാണേണ്ടതാണ് കാണും. അത് ഡിപ്പെൻസ് അപ്പോൺ ദ സബ്ജക്റ്റ്. ഈ പറഞ്ഞ നിലപാടുകളിലൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ലല്ലോ കേരള കോൺഗ്രസ്. നിങ്ങൾക്കുണ്ടോ സംശയം? നിങ്ങൾക്ക് സംശയമുണ്ടോ? സംശയമുണ്ടോ? നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്, സ്വാഭാവികമായിട്ട് ഇതിനിടയ്ക്ക് ഇങ്ങനൊരു ഉണ്ടാകുന്നില്ല. നിങ്ങളെ ചർച്ച ഉണ്ടാക്കിയാൽ ചർച്ചയാവും, നിങ്ങൾ ചർച്ച ഉണ്ടാക്കിയാൽ ചർച്ചയാവില്ല. മാധ്യമയുടെ കയ്യിലല്ല ഇരിക്കുന്നത്. അതെ, അതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷമുണ്ട്. അല്ല, അത് മാധ്യമങ്ങൾ പറഞ്ഞു ഞാൻ എവിടെ മത്സരിക്കണം. അല്ല, അവരുടെ ഘടകകക്ഷിയല്ലേ, അപ്പോൾ കാണുന്നതിന് എന്നാ കുഴപ്പം? അല്ല, നിലവിലുള്ള MLA-മാരും കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച സ്ഥാനാർത്ഥികളും ആരും മത്സരിക്കണമെന്ന് പാർട്ടി തീരുമാനിക്കും. പാർട്ടിയുടെ തീരുമാനം അനുസരിച്ച് മുന്നോട്ട് പോകും. അപ്പോൾ ഇനി ഒന്നുമില്ലല്ലോ. ഇനി വീണ്ടും സംശയമായിട്ട് വന്നേക്കരുത്. അത് ചോദിച്ചില്ലല്ലോ, ഓർത്തിരിക്കുക. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാതിരുന്നാൽ മതി, ഒരു കുഴപ്പമില്ല. ഇന്ന് രാവിലെയും സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. അദ്ദേഹം ഇവിടെ ഉണ്ട് താനും, കോട്ടയത്തുണ്ട് താനും. ഞങ്ങൾ എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പുള്ളി സംസാരിക്കുന്ന മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ്. ഇതുകൂടെ വേണോ? ഏതെങ്കിലും കാര്യത്തിൽ കമൻറ്റുകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സംസാരിച്ചിട്ട് തന്നെയാണ്. ഓക്കെ.